പണ്ട് നമ്മൾ കേട്ടിട്ടില്ലേ, വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം. മനുഷ്യൻ വെളിച്ചത്തെ കാണുന്നതും ഇരുട്ടിനെ കാണുന്നതും രണ്ട് അനുഭവങ്ങളാണ്. നമ്മുടെ മനുഷ്യൻ്റെ കണ്ണ് ഇരുട്ടിനെ സത്യത്തിൽ ഒട്ടും ഡീറ്റെയിൽ ഇല്ലാത്ത, ഒട്ടും ഇൻഫർമേഷൻ ഇല്ലാത്ത ഒരു ബ്ലാക്കായിട്ടല്ല നമ്മൾ പെർസീവ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനൊക്കെ പലപ്പോഴും അതിശയിച്ചു പോകുന്നൊരു കാര്യമാണ്, രാത്രിയിലൊക്കെ നമ്മൾ എഴുന്നേൽക്കേണ്ടുന്നൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ, അത്യാവശ്യം ബാത്റൂമിൽ പോകാനായിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ആവശ്യത്തിന് വേണ്ടി പോകാനായിട്ടാണെന്നുണ്ടെങ്കിൽ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എങ്ങും തട്ടാതെയും മുട്ടാതെയും വീഴാതെയും കൃത്യമായി പോയി കാര്യങ്ങൾ നിർവഹിച്ച് തിരിച്ചു വന്ന് കട്ടിലേക്ക് കിടക്കാവുന്ന രീതിയിൽ ആ ഇരുണ്ട എൻവയോൺമെൻറ്റിൽ നമ്മുടെ ബ്രെയിനിന് ആവശ്യമായ ഇൻഫർമേഷനെ തരാൻ നമ്മുടെ കണ്ണിന് കഴിയാറുണ്ട്. പക്ഷേ ഇതേ കാര്യം പകലിൽ സംഭവിച്ചാലും, അതായത് നട്ടുച്ചയ്ക്ക് ഞാൻ കിടന്നുറങ്ങുകയാണെന്നുണ്ടെങ്കിൽ കൂടി ഞാൻ ഉണർന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ രാത്രിയിൽ ഞാൻ തട്ടാതെയും മുട്ടാതെയും പോയി എങ്ങനെ മൂത്രമൊഴിച്ച് തിരിച്ച് കട്ടിലേ ഒന്ന് കിടന്നു, അതുപോലെ തന്നെ ഞാൻ ഉച്ചയ്ക്കും തട്ടാതെയും മുട്ടാതെയും പോയി മൂത്രമൊഴിച്ച് തിരിച്ചു വന്ന് കട്ടിലേക്ക് കിടന്നുറങ്ങും. അപ്പോൾ വെളിച്ചം കൂടിയാലും തീരെ വെളിച്ചമില്ലെങ്കിലും നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഫങ്ഷനുകൾ കൃത്യമായി നടന്നു പോകുക എന്നുള്ളതാണ് ബ്രെയിനിനെ സംബന്ധിച്ചിടത്തോളം ലൈറ്റ് ടു ഡേറ്റ റേഷ്യോ എന്നുള്ളത്. വെളിച്ചം കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ കൂടുതൽ ഇൻഫർമേഷനെ കാണുന്നില്ല, വെളിച്ചം കുറഞ്ഞെന്ന് പറഞ്ഞാലും നമ്മുടെ ബ്രെയിൻ കൂടുതൽ ഇൻഫർമേഷനെ കാണുന്നില്ല. എപ്പോഴും നമ്മുടെ ബ്രെയിൻ ശ്രദ്ധിക്കുന്നത് കണ്ണിൽ നിന്നും നമുക്ക് ഒരു ദൈനംദിന ജീവിതത്തിൽ ഫങ്ഷണലി മുന്നോട്ട് പോകാനായിട്ട് ആവശ്യമായ ഡേറ്റയെ കൺസിസ്റ്റൻ്റ് ആയിട്ട്, അത് വെളിച്ചം ഉണ്ടെങ്കിലും വെളിച്ചം ഇല്ലെങ്കിലും നമുക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ബ്രെയിൻ ശ്രദ്ധിക്കുന്നത്. ഇവിടെ വെളിച്ചത്തിന് ആനുപാതികമായിട്ടല്ല നമ്മുടെ ബ്രെയിൻ ഡേറ്റയെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അവിടെ ഒരു നോൺ ലീനിയാരിറ്റി ഉണ്ട്. അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ നോൺ ലീനിയറായിട്ടാണ് ഡേറ്റയെ പ്രോസസ്സ് ചെയ്യുന്നത് നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ ഭയങ്കര വെളിച്ചം കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ കണ്ണ് ഒരുമാതിരി കൂടുതൽ ഡീറ്റെയിൽസിനെ കാണില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ വീഡിയോഗ്രാഫേഴ്സിന് ഇടയിലുള്ള ഒരു വളരെ വലിയ ഒരു പേടിയാണ് ബ്ലീച്ച് ആവുക, ബ്ലീഡ് ആവുക, ബേൺ ആവുക എന്നൊക്കെ പറയുന്നൊരു പരിപാടി. അതായത് ലൈറ്റ് ഓവറായിട്ട് നമ്മുടെ ഫോട്ടോ ഇലക്ട്രിക് സർക്യൂട്ടുകൾക്ക് ഡേറ്റയെ ഹോൾഡ് ചെയ്യാൻ പറ്റാണ്ട് ആ ഡേറ്റ ഓവർ ബേൺ ആയി പോകുന്നൊരവസ്ഥയാണ്. പക്ഷെ ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ മനുഷ്യൻ്റെ കണ്ണ് വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഒരിക്കലും നമ്മൾ സൂര്യനെ നമ്മൾ ഡയറക്റ്റ് നോക്കുന്ന അവസ്ഥയല്ലാതെ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഒരു ഓവർ ബേൺ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതേ ഇല്ല. അത് വളരെ ബ്രൈറ്റ് ലൈറ്റിൽ കിടക്കുന്ന ഒരു വെള്ളമുണ്ടിനെ നോക്കിയാലും, സൺസെറ്റ് നോക്കിയാലും, നമ്മൾ മൂണിനെ നോക്കിയാലും, നമ്മുടെ ദൈനംദിന ലൈഫിൽ എങ്ങനെ നോക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മളൊരു ബേണിങ് അല്ലെങ്കിൽ ബ്ലീഡിങ് ആയിട്ടുള്ള ഒരു ലൈറ്റ് നമ്മൾ കാണുന്നേയില്ല. കാരണം നമ്മുടെ ബ്രെയിൻ നന്നായിട്ട് വെളിച്ചം കൂടിയാലും there is a data optimization happening. ഇതേ കാര്യം ഇരുട്ടിലും സംഭവിക്കുന്നുണ്ട്. എത്ര ഡാർക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് നടക്കാവുന്ന രീതിയിൽ, നമ്മുടെ കാര്യങ്ങൾ നടക്കാവുന്ന രീതിയിൽ നമ്മുടെ ബ്രെയിൻ ഡേറ്റയെ പ്രോസസ്സ് ചെയ്ത് തരുന്നുണ്ട്. ഇത് സംഭവിക്കുന്നത് ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ബ്രെയിനിനെ സംബന്ധിച്ചോളം അവൈലബിൾ ആയിട്ടുള്ള ലൈറ്റിൽ നിന്നും ബ്രെയിൻ പ്രൊഡ്യൂസ് ചെയ്ത് നമ്മുടെ ശരീരത്തിന് കൈമാറുന്ന ഡേറ്റ എന്ന് പറയുന്നത് നോൺ ലീനിയർ ആയിട്ടുള്ള ഒരു ഇക്വേഷനിൽ ആണ് സംഭവിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്. അതേസമയം ക്യാമറകളെ സംബന്ധിച്ചോളം ലോഗ് അല്ലാത്ത ബാക്കി എല്ലാ ഫോർമാറ്റുകളും ലീനിയർ ഇക്വേഷൻസിലാണുള്ളത്. അതായത് വെളിച്ചം ഉണ്ടെങ്കിൽ ഡേറ്റയുണ്ട്, വെളിച്ചമില്ലെങ്കിൽ ഡേറ്റയില്ല. നമ്മുടെ സെൻസറുകളിലുള്ള ഓരോ ഫോട്ടോ റിസപ്റ്ററിനും ഒരു ഇലക്ട്രിക് കറണ്ടിനെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന പോയിന്റിൽ നിന്നാണ് എല്ലാ ഇമേജിങ്ങും സംഭവിക്കുന്നത്. അപ്പോൾ ഒരു ഇലക്ട്രിക് കറണ്ടിനെ ഉൽപ്പാദിപ്പിക്കാനായിട്ട് നമുക്കൊരു മിനിമം എമൗണ്ട് ഓഫ് ലൈറ്റ് വേണം. അപ്പോൾ ആ മിനിമം എമൗണ്ട് ഓഫ് ലൈറ്റ് ആണ് ആ ക്യാമറയെ സംബന്ധിച്ചോളം നോയിസ് ഇല്ലാത്ത ബ്ലാക്സിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന, നോയിസ് ഇല്ലാത്ത ഇരുട്ടിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന മിനിമം ലൈറ്റ് ടു നോയിസ് റേഷ്യോ എന്ന് പറയുന്നത്. അതിന് മുകളിലേക്ക് ലൈറ്റിനെ കിട്ടിയാലാണ് ക്യാമറയ്ക്ക് വളരെ കൃത്യമായിട്ട് ഒരു ഇമേജിനെ ഡെവലപ്പ് ചെയ്ത് എത്തിക്കാൻ പറ്റുക. ആ മിനിമം എമൗണ്ട് ഓഫ് ലൈറ്റ് ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ക്യാമറ ബ്ലൈൻഡ് ആയിരിക്കും, ക്യാമറയ്ക്ക് നല്ലൊരു ഇമേജിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല, ആ ഒരു ബ്ലാക്കിൽ നോയ്സ് ഉണ്ടാവും. ഇനി ലൈറ്റ് കൂടുന്തോറും
ക്യാമറയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഡേറ്റയും കൂടിക്കൊണ്ടിരിക്കും. ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ലൈറ്റ് നമ്മുടെ സെൻസറിലേക്ക് വന്ന് വീണ് കഴിഞ്ഞാൽ, ഓരോ ഫോട്ടോ റിസപ്റ്ററിലേക്കും വന്ന് വീണ് കഴിഞ്ഞാൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഡേറ്റ ക്യാമറയ്ക്കുള്ളിലുള്ള പ്രോസസ്സറിന് പ്രോസസ്സ് ചെയ്യാൻ പറ്റാവുന്നതിൽ കൂടുതലാവുമ്പോൾ ഓട്ടോമാറ്റിക്കലി ക്യാമറ തന്നെ ഒരു കട്ട് ഓഫ് പോയിന്റ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ലൈറ്റ് കൂടുന്ന സമയത്ത് നമുക്ക് ബേണിങ് അല്ലെങ്കിൽ ബ്ലീഡിങ് സംഭവിക്കുന്നത്. അപ്പോൾ ലൈറ്റ് തീരെ ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു നോയ്സ് സംഭവിക്കും. നോയ്സ് ക്യാമറ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പോലെ ലൈറ്റ് ഓവർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ബേണിങ് സംഭവിക്കും. സോ രണ്ടറ്റത്തും ക്യാമറ സെറ്റ് ചെയ്തിരിക്കുന്ന രണ്ട് ക്ലിപ്പിംഗ് പോയിന്റുകളുണ്ട്. ഇത് ഇങ്ങനെ ആവാൻ കാരണം ക്യാമറയെ സംബന്ധിച്ചിടത്തോളം ലൈറ്റ് ടു ഡേറ്റ റേഷ്യോ എന്ന് പറയുന്നത് ഒരു ലീനിയർ ഇക്വേഷനിൽ ആണ് എന്നുള്ളത് കൊണ്ടാണ്. ഇൻകമിങ് ലൈറ്റിനനുസരിച്ചിട്ടാണ് അല്ലെങ്കിൽ ഇൻപുട്ട് ലൈറ്റിനനുസരിച്ചിട്ടാണ് ക്യാമറയ്ക്കുള്ളിൽ പ്രൊഡ്യൂസ്ഡ് ആവുന്ന ഡേറ്റ.